ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ ഇന്ന് വരയ്ക്കാൻ പോകുന്നത് ഫ്ലാഞ്ചഡ് കപ്ലിംഗ് ആണ്. ഈ ഫ്ലാഞ്ചഡ് കപ്ലിങ്ങിൻ്റെ ടോപ്പ് ഓഫ് സെക്ഷണൽ എലിവേഷനും പിന്നെ ലെഫ്റ്റ് സൈഡ് വ്യൂ, ഈ രണ്ട് വ്യൂ മാത്രമേ നമ്മൾ വരയ്ക്കുന്നുള്ളൂ. ഞാൻ ഈ വീഡിയോയിൽ ഈ വ്യൂസ് വരയ്ക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. പക്ഷേ എക്സാമിന് ഈ വ്യൂ മാത്രം വരച്ചാൽ പോരാ, അത് ഡയമെൻഷൻസ് ചെയ്യണം, ഈ ബലൂൺസ് ഇതിങ്ങനെ പാർട്സിൻ്റെ അത് മാർക്ക് ചെയ്യണം. ഈ ടേബിൾ അത് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരിക്കും, ഈ ടേബിളും നിങ്ങൾ വരച്ച് കാണിക്കണം. പിന്നെ ടോപ്പ് ഓഫ് സെക്ഷൻ എലിവേഷൻ, സൈഡ് വ്യൂ എന്നൊക്കെ നിങ്ങൾ എഴുതുകയും ചെയ്യണം. ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഈ വ്യൂസ് മാത്രം ഇങ്ങനെ വരച്ച് ഇങ്ങനെ കാണിക്കാം. ആദ്യം നമുക്ക് വരയ്ക്കാനുള്ളത് ഈ ടോപ്പ് ഓഫ് സെക്ഷൻ എലിവേഷൻ ആണ്. അപ്പോൾ അതിൻ്റെ ഈ പോർഷൻ, അതായത് ഈ സെൻട്രൽ ലൈനിന് താഴെയുള്ള പോർഷനെ നമുക്ക് വരച്ച് തുടങ്ങാം. അത് വരച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മുകളിലത്തെ പോർഷനും വരയ്ക്കും. അപ്പോൾ ഇതിലിപ്പം റേഷ്യോസും കാര്യങ്ങളൊക്കെയാണ് തന്നിട്ടുള്ളത്. നമ്മൾ വരയ്ക്കാൻ സമയത്ത് മറ്റേ ഫിഗറിലുള്ള, അതായത് ഈ 3D വ്യൂവിലുള്ള ഈ ഡയമെൻഷൻസ് നോക്കിയാണ് നിങ്ങൾ അത് വരയ്ക്കാനായിട്ട്. അപ്പം വരച്ചു തുടങ്ങാം. അപ്പോൾ വരച്ചു തുടങ്ങുന്നതിന് മുന്നേ നമ്മൾ യൂഷ്വലായിട്ട് ചെയ്യുന്ന പോലെ ആദ്യം യൂണിറ്റ്സ് സെറ്റ് ചെയ്യുന്നു. യൂണിറ്റ്സ് പ്രിസിഷൻ ഓക്കെ 1 മതി. ഓക്കെ, ഇത് മില്ലിമീറ്റേഴ്സ് ആണ്. യൂണിറ്റ് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അടുത്തത് ലിമിറ്റ്സ് 00 തന്നെയാണ്. മറ്റേത് 422.97 ആണ്. ഓക്കെ, ഇനി അടുത്ത സൂം ആൾ കൊടുക്കണം. സൂം ആൾ കൊടുക്കാനായിട്ട് ആദ്യം Z എൻ്റർ, പിന്നെ A എൻ്റർ, അങ്ങനെ സൂം ആൾ കൊടുത്തു. ഇനി അടുത്തത് നമ്മൾ ലേയേഴ്സ് ക്രിയേറ്റ് ചെയ്യണം. ഒരുപാട് ലേയേഴ്സ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഇതിൽ നോക്കുകയാണെങ്കിൽ ഇത്രയും കമ്പോണൻസ് ഉണ്ട്, അതുകൊണ്ട് അത്രയും ലേയേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതായിട്ടുണ്ട്. നമുക്ക് ആ ലേയേഴ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ലെയർ പ്രോപ്പർട്ടീസ് മാനേജർ എടുക്കുന്നു. ആദ്യം നമ്മൾ ആക്സിസിന് വേണ്ടിയുള്ള ലെയർ ക്രിയേറ്റ് ചെയ്യുന്നു. അതിൻ്റെ കളർ യെല്ലോ കൊടുക്കുന്നു. ലൈൻ ടൈപ്പ്, ആക്സിസിന് വേണ്ടി നമ്മൾ ചൂസ് ചെയ്യുന്ന ലൈൻ ടൈപ്പ് ഈ കൊടുത്തു നോക്കാം. ഇനി അടുത്തത് ഷാഫ്റ്റിൻ്റെ ബാക്കിയുള്ള എല്ലാം കണ്ടിന്യൂസ് ലൈൻസ് തന്നെയാണ്. ഷാഫ്റ്റിൻ്റെ കീ ലോങ് നമുക്ക് രണ്ട് കീക്കും സെയിം കളർ തന്നെ കൊടുക്കാം. കീ ലോങ് അല്ലെങ്കിൽ വേണ്ട, കീ എന്ന് തന്നെ കൊടുക്കാമല്ലോ. കീ രണ്ടിനും സെയിം ഒറ്റ ലെയർ തന്നെ വരയ്ക്കാം. അടുത്തത് ഫ്ലാഞ്ച് മെയിൽ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കമ്പോണൻസിൽ ഒന്നാണ് ഫ്ലാഞ്ച് മെയിൽ, മറ്റേത് ഫ്ലാഞ്ച് ഫീമെയിൽ. ഫ്ലാഞ്ച് ഫീമെയിൽ then out pink, then നട്ടിൻ്റെ ഏത് കളർ ഇഷ്ടം കൊടുക്കും. ഓക്കെ, ഇങ്ങനെയാണ് കളർ കിട്ടി. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ കുറേ കളേഴ്സ് നമ്മൾ കൊടുത്തു. ഇതിൽ ആക്സിസ് മാത്രമാണ് സെൻറ്റർ. ഓക്കെ, ഇത്രയും ലേയേഴ്സ് മതിയെന്ന് തോന്നുന്നു. ഇനി വേറെ ചേഞ്ച് എടുക്കണമെങ്കിൽ നമുക്ക് പിന്നെ ചേഞ്ച് എടുത്താം. ഓക്കെ, ഇനി ആദ്യം നമ്മൾ ആക്സിസ് ലെയർ ചൂസ് ചെയ്തിട്ട് ഒരു സെൻട്രൽ ലൈൻ വരയ്ക്കുന്നു. പുറത്തുനിന്ന് റോൾ ചെയ്യണം. ഓക്കെ, സെൻട്രൽ ലൈൻ വരച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ പോർഷനാണ്, അതായത് ഈ സെൻട്രൽ ലൈന് താഴെയുള്ള പോർഷനാണ് നമ്മൾ ആദ്യം വരച്ചു കൊടുക്കുന്നത്. പക്ഷേ എന്നാൽ ഡയമെൻഷൻസ് ഇതിലില്ല. ഡയമെൻഷൻസ് നമുക്ക് മറ്റേ ഫിഗറിൽ നോക്കി അത് കറക്റ്റായിട്ട് വരയ്ക്കാം. ആദ്യം നമുക്ക് മിഡിൽ നിന്ന് തുടങ്ങാം. ലെയർ മാറ്റിയില്ല, ലെയർ ഫ്ലാഞ്ച് മെയിൽ കൊടുക്കാം. ഓക്കെ, ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇവിടുത്തെ ഈ ലൈൻ്റെ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ ഈ പോർഷൻ്റെ ഡയമീറ്റർ 160 ആണ്. സോ നമ്മൾ ഇങ്ങോട്ട് 80 കൊടുക്കുന്നു. 160 അപ്പോൾ 80 തന്നെ, 80 കൊടുക്കുന്നു. ദെൻ ഈ ലെങ്ത് എന്ന് പറയുന്നത് 32 ആണ്. സോ 32 കൊടുക്കുന്നു.
എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ അത് എഡിറ്റ് ചെയ്യാം. അത് കൊടുത്തു. ദെൻ അടുത്തത് ഈ പോർഷനാണ്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 80 ആണ് ഡയമീറ്റർ. സോ ഇങ്ങോട്ട് വീണ്ടും 40. ദെൻ ഇങ്ങോട്ട് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ നിന്ന് ഇതുവരെ 60 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത്രയും 32 ആകുമ്പോൾ ബാക്കി 28. ഐ ഹോപ്പ് 28. ഓക്കെ. പിന്നെ വരുന്ന ഷാഫ്റ്റാണ്. ഷാഫ്റ്റിൻ്റെ ഡയമീറ്റർ 40 ആണ്. സോ താഴോട്ട് 20. ആൻഡ് ദെൻ ഇങ്ങോട്ട് നമുക്കൊരു 25 ഉറപ്പായിട്ട് കൊടുക്കാം. ഇങ്ങോട്ടൊരു 40 ആണല്ലോ ഡയമീറ്റർ. ഇങ്ങോട്ട് നീളത്തിൽ കൊടുക്കാം. ബാക്കി കട്ട് ചെയ്ത് കളയാം. ഓക്കെ. ഇതിൽ ഈ പോർഷൻ എന്ന് പറയുന്നതൊക്കെ ഷാഫ്റ്റിൻ്റെ പോർഷനാണ്. അപ്പോൾ അത് ഷാഫ്റ്റ് ഓക്കെ. അപ്പം ഇത് താഴെ ഇത്രയും പോർഷൻ. ഇനി അടുത്തത് ഫ്ലാഞ്ച് ഫീമെയിലുള്ള പോർഷൻ വരയ്ക്കാം. ഫ്ലാഞ്ച് ഫീമെയിൽ ലൈൻ ഇവിടെ നിന്ന് അങ്ങ് സ്റ്റാർട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങോട്ടെന്ന് പറയുന്നത് 32 ആണ്. ഇവിടെ ജോയിൻ ചെയ്യുന്നു. പിന്നെ ഇവിടെ നിന്നുള്ളത് 80 ആയിരുന്നു. 80 ആയിരുന്നു. സോ 40. ഇങ്ങോട്ടുള്ളത് 28. 32 28. ഇവിടെ കൊണ്ട് കൊടുക്കുന്നു. പിന്നെ ഉള്ളത് ഷാഫ്റ്റിൻ്റെ പോർഷനാണ്. ഡയമീറ്റർ 40. സോ 20. ഇങ്ങോട്ടൊരു 25. ഇങ്ങോട്ടൊരു 40. എന്നിട്ട് ഇങ്ങോട്ട് അത് കംപ്ലീറ്റ് ചെയ്തില്ല. ഓക്കെ. അപ്പം ഈ പോർഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഷാഫ്റ്റ് എൻഡാണ്. ഷാഫ്റ്റ് എൻഡ്. ആക്ച്വലി നമ്മൾ ഈ താഴത്തെ പോർഷൻ ഇപ്പം തന്നെ വരച്ച് കഴിഞ്ഞു. ഇവിടെ നമുക്ക് മറ്റേ സ്പ്ലൈൻ കൊടുക്കാം. നമുക്ക് കുറച്ചും കൂടെ നമുക്ക് മനസ്സിലാവും. ഓർത്തോ മോഡ് ഓഫ് ചെയ്യുന്നു. ഷാഫ്റ്റിൻ്റെ ലെയർ എടുക്കുന്നു. ഓക്കെ. അപ്പോൾ താഴത്തെ പോർഷൻസ് എല്ലാം നമ്മൾ വരച്ചു. ഇനി അടുത്ത ഇതുപോലെ നമുക്ക് ഈ ഔട്ട്ലൈൻ വരയ്ക്കാം. മുകളിലോട്ടുള്ള ഈ ഔട്ട്ലൈൻ നമുക്ക് ആദ്യം വരയ്ക്കാം. ഇവിടെ കീയൊക്കെ വരുന്നുണ്ട്, നമുക്ക് വരയ്ക്കാം പിന്നെ. അപ്പോൾ ഇതുപോലെ ലേയേഴ്സ് മെയിലാണ്. ഫ്ലാഞ്ച് മെയിൽ. ഇതിനുള്ള ലൈൻ നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാം. പ്രൊജക്റ്റ് ചെയ്ത് ലൈൻ കിട്ടി. മോഡ്. അപ്പം ഇവിടുത്തെ ഈ ഒരു ഡയമീറ്റർ എന്ന് പറയുന്നത് 80 ആണ്. അപ്പം ഇവിടെ നിന്ന് ഇങ്ങോട്ട് 40. അതെ, ഇങ്ങോട്ട് 40. ഇതുവരെ 40 ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഷാഫ്റ്റിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 20. അപ്പം ബാക്കി അങ്ങോട്ട് 20 ആയിരിക്കും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ഇങ്ങോട്ട് ഇതിനെ പ്രൊജക്റ്റ് ചെയ്ത് ഈ പോയിന്റ് വരെ ആക്കി പിന്നെ ഇങ്ങോട്ട് മുകളിലോട്ട് വരയ്ക്കണം. അപ്പോൾ ഈ മുകളിലോട്ട് വരയ്ക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 160 ആയിരുന്നു. അതായത് സെൻറ്ററിൽ നിന്ന് മുകളിലോട്ട് 80. ഇതുവരെ 40 ആയിരുന്നു. അപ്പോൾ മുകളിലോട്ട് ഒരു 40 കൂടെ. ഡിസ്റ്റൻസ് കറക്റ്റാണെന്ന് തോന്നുന്നു. ഇതുവരെ ഉണ്ടായിരുന്നു. ദെൻ താഴോട്ട് ഇങ്ങോട്ട് എത്രയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡയമീറ്റർ ഉണ്ട്. ഈ പോർഷനിൽ ഇതൊരു സിലിണ്ടറിക്കൽ പോർഷൻ പോലെ ഇവിടെ വരുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 60 ആണ്. അതായത് നടുക്ക് നിന്ന് 30.
അപ്പോൾ അതായത് മുകളിൽ നിന്ന് താഴോട്ടെന്ന് പറയുമ്പോൾ മുകളെന്ന് പറയുന്നത് 80 ആണ്, അപ്പോൾ താഴോട്ട് 50 ആയിരിക്കണം. ഇതാ ഇവിടെ ഒരു പോർഷൻ കിട്ടി. പിന്നെ ഇങ്ങോട്ട് ഈ ഒരു ഹൊറിസോണ്ടൽ ലൈനിൽ ചെറിയൊരു ഹൊറിസോണ്ടൽ ലൈനുണ്ട്. ഇതാ ഈ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, ഇത്രയും പോർഷൻ. അപ്പോൾ അതിൻ്റെ പോർഷൻ എന്ന് പറയുന്നത് 4 എന്നതാണ്. 4 എണ്ണം. എന്നിട്ടത് താഴേക്ക് ഇതിലൂടെ എത്തി. ഓക്കെ. ഇനി ഈ ഷാഫ്റ്റ് ആക്ച്വലി ഇതുവരെ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ ട്രിം ചെയ്ത് കളയുന്നു. ഓക്കെ, ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. ബാക്കി ഇവിടെയൊക്കെ നമുക്ക് കുറേ ട്രിം ചെയ്യാനൊക്കെ ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. ഇതിപ്പം കറക്റ്റാണ് എന്ന് തോന്നുന്നു. ഇത് 9 വർഷം എവിടെ ഡയമെൻഷൻ ഈ പോയിൻ്റ് കൊണ്ട് ഈ പോയിൻ്റ് 160 വരണം. ഞാൻ 160 തന്നെ, ഇപ്പം കറക്റ്റ് തന്നെ. ഓക്കെ, ഇപ്പം ഇത്രയും വരച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കുറച്ച് ഈ ഒരു പോർഷൻ കുറച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. അത് എത്രയെന്ന് പറഞ്ഞാൽ 12 ആണ്. 12 ദെൻ മുകളിലേക്ക് എന്ന് പറയുമ്പോൾ ഇതോടെ ഒരു തിക്നെസ് ഉണ്ടല്ലോ 64. ഈ ഒരു തിക്നെസ് എന്ന് പറയുന്നത് 4 ആണ്, ഈ ഒരു തിക്നെസ്. അപ്പോൾ അത്രയും വരെ പോകണം. അവനെ കാൽക്കുലേറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട, നമുക്ക് ആ 4 അവിടെ നിന്ന് എടുക്കാം. ഇവിടെ നിന്ന് എടുത്തിട്ട് 4 താഴോട്ട് എടുക്കാം. കൂടുതൽ കാൽക്കുലേഷനൊക്കെ ചെയ്ത് കളിക്ക് എടുക്കാം. ഓക്കെ, ഇതാക്കി ട്രിം ചെയ്ത് തുടങ്ങാൻ മതിയല്ലോ. ഇതാ ഇവിടെ ഇങ്ങനെ കിട്ടി. ഇനി ഇവിടുത്തെ നട്ടൊക്കെ വരും, അത് നമുക്ക് അവസാനം വരയ്ക്കാം. ഇനി അടുത്ത് ഇപ്പുറത്തോട്ടുള്ള വരയ്ക്കാം. അപ്പം അതിന് വേണ്ടി ഫ്ലാഞ്ച് ഫീമെയിൽ അതെടുക്കുന്നു, ലൈൻ ടൂൾ എടുക്കുന്നു. ഇങ്ങോട്ട് 32 ആയിരുന്നു, 32 താഴേക്ക് ഈ ലെവലിൽ ഇടണം. ഓക്കെ, ഇങ്ങോട്ട് എടുക്കുന്നു, ഇങ്ങോട്ടെന്ന് പറയുന്ന ഈ ലെവലിൽ ഇടണം. ഇവിടെയൊന്നും നമ്മളതിൻ്റെ കാൽക്കുലേഷൻ എടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ആൾറെഡി അതിൻ്റെ ഇതെല്ലാം ഉണ്ട്, പ്രൊജക്റ്റ് ചെയ്ത് നമുക്ക് എടുക്കാം. ഇവിടെ നിന്ന് ഇങ്ങോട്ട് 12 ആണ്. 12 എന്നിട്ട് ഈ ഇതുവരെ ആ പോയിന്റ് നമുക്ക് കിട്ടി. ഇനി കൂടുതൽ കാൽക്കുലേഷൻ്റെ ആവശ്യമില്ല, ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി അപ്പോൾ ഇവിടെ ഇപ്പം ഇത്രയും ആയി. ഇവിടുത്തെ നോക്കാം. ഇവിടെ ആക്ച്വലി ഇവിടെ ഒരു ക്ലിയറൻസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ക്ലിയറൻസ് എന്ന് പറയുന്നത് 2 mm ആണ്. ക്ലിയറൻസ് 2 mm കഴിഞ്ഞിട്ടാണ് താഴോട്ട് എടുക്കുന്നത്. അതാ ഇങ്ങനെ വരും. കറക്റ്റാണെന്ന് തോന്നുന്നു. 4 6 ആണ്. ക്ലിയറൻസ് 2 mm ആണ് വരേണ്ടത്. ഓക്കെ, എന്നിട്ട് ഈ ലൈൻ ഇവിടെ കൊണ്ടുവന്ന് ചേർത്ത് കൊടുക്കാം. എക്സ്റ്റെൻഡ് ചെയ്തു, ഷാഫ്റ്റിൻ്റെ ആ ഒരു പോർഷൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് ആയിട്ടുണ്ട്. ആക്ച്വലി ഈ ലെയറിന് ഈ ഒരു വയലറ്റ് കളർ വല്ലാത്തതുപോലെ ഇരിക്കുന്നു. നമുക്ക് ആ വയലറ്റ് കളറൊന്ന് ചേഞ്ച് ചെയ്യാം. ഒരു വേറെ കളർ ഏതുണ്ട്, എന്താണോ അവസ്ഥ. ഓക്കെ, അപ്പം ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു കീ ഉണ്ട്. ആ കീ നമുക്ക് വരയ്ക്കാം. കീ ഇവിടെയാണ് വരുന്നത്. കീ എന്ന് പറയുമ്പോൾ അതിൻ്റെ സൈസ് 12x8 ആണ്. ലെയർ എടുക്കുന്നു, കീ ഓപ്ഷൻ എടുക്കുന്നു, ലൈൻ എടുക്കുന്നു. കീ 12 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ട് 6 എടുക്കുന്നു. ഇത്രയുണ്ടോ 6?
6. ഓക്കെ 3. 6 എടുക്കുന്ന അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 63 ആണ്. കീയുടെ ലെങ്ത് 63. ഓക്കെ, താഴോട്ട് 12 ഇവിടെ കൊണ്ട് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ ഒരു സെമി സർക്കിൾ പോലെ നമുക്ക് വരയ്ക്കാം. സ്റ്റാർട്ട് ആൻഡ് റേഡിയസ്, സ്റ്റാർട്ട് എൻഡ്, അറിയില്ല. അവിടെ ആക്കി നമ്മൾ വരച്ചു. കീ അവിടെ വരച്ചു. ഇനി അതുപോലെ കീ ഇപ്പുറത്തും വരയ്ക്കാനുണ്ട്. ഈ പോർഷനിൽ ഈ ഒരു കീ ഈ പോർഷനിൽ വരയ്ക്കാനുണ്ട്. അപ്പം അതിൻ്റെത് വീണ്ടും ലൈൻ എടുക്കുന്നു. അത് ഈ പോർഷനിൽ നിന്ന് അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് 8 ആണ്. അപ്പം 4 കൊടുക്കാം. എന്നിട്ട് ലെങ്ത് എന്ന് പറയുന്ന ലെങ്ത് അവിടെ നിൽക്കട്ടെ. താഴെ കൊടുക്കാം. ഈ പോർഷൻ താഴോട്ടും തിക്നെസ് 8 ഒരു 4 ഉണ്ട്. ആ 4ൽ നിന്ന് ലെങ്ത് 68 ആണ്. ഇവിടുന്ന് മുകളിലോട്ട് ടേപ്പർ കീ ആണ്. അപ്പോൾ തിക്നെസ് ഈ സൈഡിൽ 8 ആകുമ്പോൾ ഈ സൈഡിൽ 7 മതി. ടേപ്പർ കീ ആണ്. 7 കൊടുത്തു. എന്നിട്ട് നമുക്ക് ഇവിടെ കൊണ്ട് ഓഫ് ചെയ്തിട്ട് ഇവിടുത്തെ ആ ഒരു പോയിന്റ് കൊണ്ടുപോയി ചെയ്യുന്നത് ടേപ്പർ കീ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ടേപ്പർ കീയിൽ ഇങ്ങനെ ഇരിക്കും. ടേപ്പർ കീ ആയിട്ട്. അപ്പോൾ ഇത് ആക്ച്വലി ഡോട്ടഡ് ആണ്, അറിയാലോ. ഡോട്ടഡ് ആണ്. അതിൻ്റെ കൂടെ കുറച്ച് പോർഷൻ കൂടെ ഡോട്ടഡായിട്ട് പോകുന്നുണ്ട്. അത് ആക്ച്വലി ഫ്ലാഞ്ച് മെയിൽ എന്ന് പറയുന്ന ലെയറിലാണ്. അതുകൊണ്ട് ഈ ഒരു ഇത് അത് ഫ്ലാഞ്ച് മെയിലാണ് വരുന്നത്. അപ്പോൾ അത് ചെറുതായിട്ട് കൊടുക്കും, വലിയ കാര്യമില്ല. റേഡിയസ് 5 കൊടുത്ത് നോക്കാം. ഇഫ് ഇറ്റ് വർക്ക്സ്. 5 വർക്കാവില്ല മിക്കവാറും. ഇല്ല, 5 വർക്കാകത്തില്ല. 2 റേഡിയസ് 2. ഓക്കെ. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഹിഡൻ ലൈൻസ് ആക്കണം. പ്രോപ്പർട്ടീസ്, ഹിഡൻ ലൈൻസിൻ്റെ ഓപ്ഷൻ ലോഡ് ചെയ്യാം. നമുക്ക് ലോഡ് ഇത് കൊടുത്ത് നോക്കാം. ഇഫ് ഇറ്റ് വർക്ക്സ്. ഓക്കെ. ഓക്കെ, അത് ഹിഡൻ ലൈൻസ്. അല്ലെങ്കിൽ വേറെ ഹിഡൻ ലൈൻസ് നിങ്ങൾ ട്രൈ ചെയ്യുക. ഇതിപ്പോൾ ഇങ്ങനെയാണോ വന്നത്, കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഓൾമോസ്റ്റ് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഈ പോർഷനൊക്കെ ഓൾമോസ്റ്റ് ഓക്കെ ആണെന്ന് തോന്നുന്നു. ഇനിയാണ് നമുക്ക് ഇവിടുത്തെ ഇത് വേണ്ടത്. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സെൻറ്റർ ഡിസ്റ്റൻസ്, ആ സ്ക്രൂ നട്ടും ബോൾട്ടും വരുന്ന ആ ഡയമീറ്റർ എന്ന് പറയുന്നത് 120 ആണ്. 120 എന്ന് പറയുമ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ലൈൻ വരയ്ക്കുക. ഉറപ്പ് മോഡ് 120 അല്ല പറഞ്ഞത്, അത് ഡയമീറ്ററാണ്. അപ്പോൾ റേഡിയസ് എടുക്കാം. ലെയർ ആക്സിസ് എടുക്കാം.
ആക്സിസ് അല്ല എന്നാലും 60 120 ആപ്പ് ഡയമീറ്റർ 60. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അപ്പം ആക്സിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് 10 ആണ്. അതിൻ്റെ ഡയമീറ്റർ 10 ആണ്. ബോൾട്ടിൻ്റെ ഡയമീറ്റർ 10 ആണ്. നമ്മൾ ലൈൻ എടുക്കുന്നു. ബോൾട്ടിനുള്ള ലെയർ, നട്ടല്ല ബോൾട്ടിനുള്ള ലെയർ എടുക്കുന്നു. 5 ഇതുവരെ വന്ന് താഴോട്ട് 10 ഇതുവരെ എത്തിച്ചു. ഓക്കെ, ഓക്കെ ഇതായി. ഇനി അതിൻ്റെ ഹെഡ് വരും. ബോൾട്ട് ഹെഡിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് നമുക്ക് റെക്ടാങ്കിളായിട്ട് വരയ്ക്കാം. ലൈനാണ് കുറച്ചുകൂടി. ബോൾട്ട് ഹെഡിൻ്റെ 3 എന്ന് പറയുന്നത് 2D ആണ്. 2D എന്ന് പറയുമ്പോൾ D ഇതിൽ 10 ആണ്. അപ്പോൾ 2D എന്ന് പറയുമ്പോൾ 20. അപ്പോൾ മുകളിലോട്ട് 10. ഇതിൻ്റെ തിക്നെസ് പറയുന്നത് 0.8D ആണ്. അപ്പം 8 ആയിരിക്കും. 8 20 ആണ് ബോൾട്ട് ഹെഡ്. അതുപോലെ നമുക്ക് നട്ട് വരയ്ക്കുക. അപ്പോൾ അതിന് അടുത്ത ലെയറുണ്ട്. നട്ടിനുള്ള ലെയർ എടുത്തു. നട്ടിൻ്റെയും എന്ന് പറയുന്നത് 20 ആണ്. സോ 10. നട്ടിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് D ആണ്. അപ്പം അതും 10. താഴോട്ട് 20 ഇവിടെ ക്ലിക്ക് ചെയ്ത്. ഓക്കെ, നട്ടായിട്ടുണ്ട്. ആക്സിസ് നട്ടിൻ്റെ ഇതുമായിട്ട് കളർ ഒട്ടും വളരെ സിമിലർ കളറാണ്. ഓക്കെ, നിങ്ങൾ ഇതിൽ മാറ്റിയാൽ മതി. ഇതായിട്ടുണ്ട്. ഇനി ഈ പോർഷൻ നമ്മൾ വരയ്ക്കണം. ഈ പോർഷൻ. അതിനു വേണ്ടി ബോൾട്ടാണല്ലോ, ബോൾട്ട് നമുക്ക് ആദ്യം ബോൾട്ടിൻ്റെ വരയ്ക്കുക. എന്നിട്ട് അത് നട്ടിലോട്ട് കോപ്പി ചെയ്യാം. ഇനി ലൈൻ എടുക്കുന്ന പോളാർ. ഇത് നമ്മൾ പോളാർ ട്രാക്കിംഗ് 30 ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 60 വെച്ചിട്ട് നമ്മൾ ലൈൻ വരയ്ക്കണം. 60 എന്ന് പറയുമ്പോൾ 60 ഇതല്ല, 60 ഇതൊക്കെ 30 അടിച്ചു. കുറച്ചുകൂടെ താഴോട്ടാണ് വരേണ്ടത്. 30. ഇതാണ് സെൻറ്റർ പോയിൻ്റ്. നമുക്ക് സർക്കിൾ വരയ്ക്കാം. സെൻറ്റർ പോയിൻ്റ് ഇതാക്കി നമ്മൾ കഴിഞ്ഞ നക്കിൾ ജോയിൻറ്റിൽ വരച്ച അതേ മെത്തേഡ്. ആവശ്യമില്ലാത്ത എല്ലാം കട്ട് ചെയ്ത് കളയുന്നു. ഇത്രയും പോർഷൻ കിട്ടി. ഇത് 2.5 സോറി ചെയ്യാം. 2. അതിൻ്റെ ആ ലൈൻ്റെ മിഡ് പോയിൻ്റ് കിട്ടാണ് 2.5 കൊടുത്തോട്ടെ. ഇനി ഇത് സെൻറ്ററാക്കി അടുത്തത് വരയ്ക്കുന്ന ആവശ്യമില്ലാത്ത ട്രിം ചെയ്ത് കളയുന്നു. ചെയ്ത് കളയാം. ഓക്കെ, ഇവിടെ ഈ ലൈന്
ഇങ്ങോട്ടാക്കി കൊടുക്കുന്നു. ഓക്കെ, ഈ ലൈൻ നമ്മൾ കോപ്പി ചെയ്യുന്നു. ഇവിടെ കോപ്പി ഓപ്ഷൻ എടുത്തു, ബേസ് പോയിന്റ് ചെയ്ത് കൊടുത്തു. ഇവിടെ കറക്റ്റ് പോയിന്റ് നമുക്ക് കിട്ടുന്നില്ല. സോ ഫോർ ദാറ്റ് നമ്മൾ ഇങ്ങോട്ട് 2.5 ലൈൻ വരയ്ക്കുന്നു. ആ പോയിന്റ് നമുക്ക് ഇവിടെ കിട്ടും കോപ്പി ചെയ്യാനായിട്ട്. ഇതെടുത്ത് കോപ്പി ക്ലിക്ക് ചെയ്തു, ബേസ് പോയിന്റ് സെലക്ട് ചെയ്തു. ഇവിടെ ബേസ് പോയിന്റ് കിട്ടി. ഇവിടെയും ജോയിൻ ചെയ്ത് കൊടുത്തു. ഓക്കെ, ഞാൻ ഈ ഒരു ലൈൻ്റെ ആവശ്യമുണ്ട്. ഓഫ് ചെയ്യുന്നു. വണ്ടിയാണ് എടുത്തത്. കൺവീനിയൻ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കാം, അത്രേ ഉള്ളൂ. ഇതിനാശില്ലാത്തെല്ലാം ട്രിം ചെയ്ത് കളയുന്നു. ഏകദേശം കണ്ട ഓക്കെ ആയിട്ട് വരണം, അത്രയേ ഉള്ളൂ. ഓക്കെ, ഈ സൈഡായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് നട്ടിലും ക്രിയേറ്റ് ചെയ്യാം. അത്രയുണ്ട്. നട്ട് ആദ്യം ഇത് കോപ്പി ചെയ്യാം. ഓർത്തോമോഡ് ചെയ്യാം. ഈസി. ഇനി ഇതിനെ റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ബേസ് പോയിന്റ് ലോക്ക് വെച്ച് റൊട്ടേറ്റ് ചെയ്തു. ഇനി ഇതിനെ മൂവ് ചെയ്യാം. നമ്മളിവിടെയും ക്രിയേറ്റ് ചെയ്തു. ഇനി ഞാൻ ലെയറിലോട്ടാക്കണം, നട്ടിൻ്റെ ലെയറിലോട്ടാക്കണം. ആക്കി നട്ടിലോ ലൈൻ നമുക്ക് ഇനി ഇവിടെ വയ്ക്കാം. ഓക്കെ, 55 സ്മോൾ ആയതുകൊണ്ട് ആരും ശ്രദ്ധിക്കത്തില്ല. ഇതിന് 55 കൊടുത്തു. 55 നല്ല കൊടുക്കേണ്ടത്, എന്നാലും കുഴപ്പമില്ല. ഇവിടെ 55 കൊടുത്ത് ട്രിം ചെയ്ത് കളയുന്നു. ഓൾമോസ്റ്റ് കിട്ടിയല്ലോ നമുക്ക്. ഈ ഒരു പോർഷൻ കിട്ടി. ഓക്കെ, ഇനി കുറച്ചൊരു പ്രൊജക്ഷനും കൂടെ നമുക്ക് കൊടുക്കാം. വലിയ കാര്യമില്ല, ഞാൻ വെറുതെ കൊടുക്കുന്നതേ ഉള്ളൂ.
ഒരാൾക്ക് വരയ്ക്കാൻ പോകുന്ന പാട് ഓക്കെ ഇത്രേ ഉള്ളൂ. നിർബന്ധമൊന്നുമില്ല, ഇത്രയും ആർക്ക് വരയ്ക്കുന്നത്. ഓക്കെ, നമ്മളതും അപ്പം ഏകദേശം കൊണ്ടായിട്ടുണ്ട്. ഇനി ഹാച്ചിങ്ങിൻ്റെ ഇത് കൂടെയുണ്ട്. ഹാച്ചിങ്ങിന് വേണ്ടി ഹാച്ചിട്ട് കൂടെ എടുക്കുന്നു. ഹാച്ച് പാറ്റേൺ ഇവിടെ ANSI ലെയർ ഹാച്ച്. ഓക്കെ, ഈ പോർഷനാണ് ഹാച്ചിങ് വരേണ്ടത്. അവിടെ ക്രിയേറ്റ് ചെയ്ത് പിന്നെ അതുപോലെ വീണ്ടും ഹാച്ച് പോർഷൻ എടുത്ത് ഹാച്ച് പാറ്റേൺ ഇത് ആംഗിൾ 90 കൊടുക്കുന്നു. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരേണ്ടത്. ലെയർ ഫീമെയിൽ എടുക്കുന്നു, അവിടെയാണ് വേണ്ടത്, അതുകൊണ്ട് ഫീമെയിൽ ക്രിയേറ്റ് ആയി. ഇതിൻ്റെ അകത്തുള്ള ഈ രേഖ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്തത് ഞാൻ ക്രിയേറ്റ് ചെയ്ത സാധനങ്ങളായിരുന്നില്ല. ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പം ഓക്കെ, വ്യൂസ് ആൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി എന്ന് തോന്നുന്നു. മിസ്റ്റേക്ക് ഒന്നുമില്ല എന്ന് തോന്നുന്നു. ഞാൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കട്ട് ചെയ്താൽ മതി. അപ്പം ടോപ്പ് ഓഫ് സെക്ഷൻ എലിവേഷനായി. ഇനി സൈഡ് വ്യൂ ആണ് വരയ്ക്കേണ്ടത്. കാണുമ്പോൾ തന്നെ അറിയാം കുറേ സർക്കിൾസ് ആണ് ഉള്ളത്. നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം. ഈ നിറച്ച് കുറച്ച് നിങ്ങോട്ട് നീക്കുന്നു, ഓർക്കുന്നു. ഓക്കെ, ലെയർ എടുക്കുന്നു, ആക്സിസ് എടുക്കുന്നു, വെർട്ടിക്കൽ ആക്സിസ് കൊടുക്കുന്നു. മെയിൻ ഫ്ലാഞ്ച് എടുക്കുന്നു. നമുക്ക് ആ ലെഫ്റ്റിൽ നോക്കുന്ന സമയത്ത് ഓക്കെ, കുറേ സർക്കിൾസ് ആണുള്ളത്. ആദ്യം ഈ സർക്കിള് അതിൻ്റെ റേഡിയസ് 20 ആണ്. 20, സോറി, ഞാൻ ഇത് മാറ്റാൻ പറഞ്ഞു, ലെയർ മാറ്റാൻ പറഞ്ഞു. മെയിലാണ്, ഇത് മെയിലാണ്. ഓക്കെ, അത് പറഞ്ഞു. അടുത്ത സർക്കിള് 80 ആണ് ഡയമീറ്റർ, സോ 40 റേഡിയസ്. അതിൻ്റെ അടുത്ത സർക്കിൾ ആക്ച്വലി 160, 152ൻ്റെ പകുതിയാണ്. സോ 76 ഇതെന്ന് പറയുന്നത് ഈ തിക്നെസ് വരുന്ന അതിൻ്റെ ഇതാണ് ഇപ്പം വരച്ച സർക്കിൾ. അത് ഇവിടെ നോക്കാം, ദാ ഇവിടുത്തെ ഉണ്ട്. പിന്നെ അടുത്ത സർക്കിൾ 160 ആണ് ഡയമീറ്റർ, സോ 80 വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്ത് ഹാച്ചിങ് കൊടുക്കണമെന്ന് നിങ്ങൾ കൊടുത്താൽ മതി. ഇനി ഒരു 120യുടെ ഒരു സർക്കിൾ വരയ്ക്കാനുണ്ട്. ഈ ആക്സിസ് ഇത് എടുത്തിട്ട് വരയ്ക്കാം. അത് ഈ നട്ടിൻ്റെ ഈ അറേഞ്ച്മെൻറ്റ് വരുന്ന ഡയമീറ്ററാണ്. അതിൻ്റെ ഡയമീറ്റർ 120, സോ 60. അവിടെയാണ് ഈ ഇതെല്ലാം വരേണ്ടത്. അപ്പം ആദ്യം അത് ഒരെണ്ണം വരയ്ക്കാം. അപ്പം പോളിഗണാണ്. 6 സൈഡ്സ് ഉണ്ട്. സൈഡ്സ് 6 ഉണ്ട്. സ്പെസിഫൈ സെൻറ്റർ പോയിന്റ് ഇതാണ്. ഇനി ഇൻസ്ക്രൈബ് ഇൻ എ സർക്കിൾ ഓർ സർക്കിൾസ് എബൌട്ട് എ സർക്കിൾ. ഇത് സർക്കിൾസ്ക്രൈബ്ഡ് അല്ലേ? റേഡിയസ് ഓഫ് ദി സർക്കിൾ. സർക്കിളിൻ്റെ റേഡിയസ് എത്രയാണ്? 1.73D അല്ലേ? അപ്പം 1.73
റേഡിയസ് ആണ് 1.73 D ആണ് റേഷ്യോ. 1.73 8.65 എന്ന് കൊടുത്ത് നോക്കാം. അറിയത്തില്ല ഇങ്ങനെ വരുമെന്ന്. എങ്ങനെയാണ് വന്നത്? ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ബേസ് പോയിന്റ് റൊട്ടേഷൻ ആംഗിൾ എക്സിറ്റ് base point rotation angle 30 ആണ്. നമുക്ക് ഇവിടെ ഒരു ലൈൻ വരച്ച് നോക്കാം. കറക്റ്റ് വരുന്നുണ്ട്, അതേ ലെവലാണ്. അപ്പോൾ ഇത് ഇങ്ങനെ തന്നെയാണ് വരേണ്ടത്. ഇതിൻ്റെ അകത്തൊരു സർക്കിളും കൂടെ വരച്ച് കൊടുക്കാം. ഇത് ബോൾട്ട് ലെയറിലാണ് ഈ സംഭവം. ആക്സസ് അല്ല, ബോൾട്ട്. ഓക്കെ, ബോൾട്ട് ലെയർ എടുത്ത് സർക്കിൾ എടുത്ത് ഡയമീറ്റർ ഷീറ്റ് ഡയമീറ്റർ പാടാ ഇത്രയേ ഉള്ളൂ. ഇവിടെ വരപ്പോൾ ഇത് ഫുൾ വരുന്നുണ്ട്. ഇവിടെ വരപ്പോൾ എന്താ ഇത്രയും കിട്ടാത്തത്? കിട്ടി. ഓക്കെ, ഫൈൻ. അപ്പം ഇത് നമുക്ക് 4 റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇവിടെ വേണം, ഇവിടെ വേണം, ഇവിടെ വേണം. അതിനു വേണ്ടി ഒരു മെത്തേഡുണ്ട്. അറേ എന്ന് പറയുന്ന IR അറേ ഉണ്ട്. അതിൽ പോളാർ അറേ സെലക്ട് ചെയ്യുന്നു. സെൻറ്റർ പോയിൻ്റ് സ്പെസിഫൈ സെൻറ്റർ പോയിൻ്റ് ഓഫ് ആൻ അറേ ബേസ് പോയിൻ്റ് കൊടുത്ത് നോക്കാം. എത്ര എണ്ണമെന്ന് ചോദിക്കുന്നു. സെലക്ട് ഗ്രിഡ് ടു എഡിറ്റ് അറേ 8 പോയിൻ്റ് ഐറ്റംസ് എണ്ണമാണ് കൊടുക്കുന്നത്. നമ്പർ ഓഫ് ഐറ്റംസ് 4. 1 2 3 4 5 6 നമ്പർ ഓഫ് ഐറ്റംസ് 4 കൊടുക്കുന്നു. ക്രിയേറ്റായി. ഓക്കെ, അതാണ് ക്രിയേറ്റ്. ഇതെല്ലാം റൊട്ടേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തതും ഓക്കെയായി. പക്ഷേ ഇവിടുത്തത് ഇങ്ങനെയാണ് വന്നത്. ഡസൻ മാറ്റർ, ഒന്നും വരുന്നില്ല. ഇതിങ്ങനെ ഇരുന്നാലും കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത്രയും ആയിട്ടുണ്ട്. ഇനി നമുക്കിവിടെ കീയും കൂടെ വെച്ച് കൊടുക്കാം. കീ ഓഫായിട്ട് അതിൻ്റെ തിക്നെസ് 8 ആണ്. മുകളിലോട്ട് 4. കീ ലെയർ എടുക്കട്ടെ. കീ ലെയർ എടുത്ത് ലൈൻ എടുത്ത് തിക്നെസ് 4. ആയിരുന്നു അതിൻ്റെ. അപ്പം 6 12 റൺ ചെയ്തോളാം. ഇങ്ങനെ കാണിച്ചാൽ മതി. ഈ ഹിഡൻ അത് കൊടുക്കണമെന്നില്ല. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് 4, ഇങ്ങോട്ട് 6, താഴോട്ട് 6, ഇങ്ങനെ. ഇവിടെ ഹാച്ചും കൂടെ വരേണ്ടതാണ്. നിങ്ങളങ്ങ് ചെയ്താൽ മതി ഈ ഒരു ഹാച്ചിങ്. ഇത്രയാണ് ഈ വ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പം എല്ലാം ആയി, കംപ്ലീറ്റ് ആയി, കറക്റ്റായി എന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ കറക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയാണ് ഫ്ലാഞ്ചഡ് കപ്ലിംഗ് എന്ന് പറയുന്നത്. താങ്ക് യു.